ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിടെക്സ് മീഡിയ. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് റിവ്യൂ ആയിട്ട് വരുന്നത്. ഇടയ്ക്ക് കുറച്ച് റിവ്യൂസ് ഇടാൻ വേണ്ടിയിട്ട് മിസ്സായിപ്പോയി, കുറേ സിനിമകൾ മിസ്സായിപ്പോയി, ജോലി തിരക്കും കാരണം കൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും കങ്കുവ എന്തായാലും കണ്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മോർണിംഗ് ഷോയ്ക്ക് തന്നെ വന്നു. പുനലൂർ തായലക്ഷ്മി എന്ന് പറയുന്ന തിയേറ്ററിലാണ് കണ്ടത്. പരിചയപ്പെടുത്താൻ പറഞ്ഞത് ഇത് നമ്മുടെ ബ്രോയാണ്, പുള്ളി ഉണ്ടായിരുന്ന സിനിമ കാണാൻ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെയൊക്കെ എഴുന്നേറ്റ് എനിക്ക് തോന്നുന്നു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 3:45 തിയേറ്ററിലെത്തി. സിനിമ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പടം തുടങ്ങാനായിട്ട് നല്ല ലേറ്റായി. കാരണം തിയേറ്ററിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ലൈസൻസ് എന്തോ സംഭവം വന്നിട്ടില്ല, അപ്പം അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പടം ഏകദേശം 4 അല്ലേ 5 മണി ആയി തുടങ്ങിയപ്പം. ഓക്കെ, പടം കണ്ടു. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു സിനിമയാണ് സൂര്യയുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന സിനിമ വന്നിട്ട് ഒരുപാട് തന്നെ നാളായിട്ടുണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു സൂര്യയുടെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിന് വേണ്ടിയിട്ട്. ഇപ്പം അത്തരത്തിലുള്ളൊരു സിനിമയാണ്. നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് സിനിമ വെച്ചിട്ടുള്ളത്, അല്ലേ? സിനിമ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇഷ്ടപ്പെട്ടു. എന്താണ് സിനിമയിൽ ഇഷ്ടപ്പെടാൻ കാരണം? സൂര്യയുടെ ആക്ടിങ് വളരെ കങ്കുവയായിട്ട് തോന്നി. അതെ, കങ്കുവ ആ പേര് പറയുന്ന പോലെ തന്നെയാണ് പുള്ളിയുടെ അപ്പിയറൻസ്, അല്ലേ? കൊള്ളാം. എല്ലാം കോ ആക്ടേഴ്സ് എല്ലാവരും ഒരുപാട് പേര് ഇപ്പം നമ്മളെ പല സിനിമകളിലും കണ്ടിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവരൊക്കെ ആ ഒരു, അതായത് നമ്മൾ ഈ പഴയ കാലങ്ങളിലൊക്കെ, അതായത് നമ്മൾ ഈ എന്താ പറയുന്നതിന്, എന്താ പറയുന്നത്, തിണ സംസ്കാരം. അതെ, അതായത് നമ്മൾ ഒരുപാട് വർഷങ്ങൾ പടം എഴുതി തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ടല്ലോ 1900 നടക്കുന്ന. അപ്പം അതിന്റെ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അവർ ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ അതിനോട് നീതി പുലർത്തുന്ന ഗ്രാഫിക്സ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇടയ്ക്ക് വന്നൊരു കിളി കീന്ന് കരയെന്ന് ഒഴിച്ചാൽ അത് ഇച്ചിരി അരോചകമായിട്ട് തോന്നി. കുറെ സീൻസിൽ ഒരു കിളി വന്ന് കീക്ക് ചെയ്തു, പക്ഷെ അതിന് ഒരു കണക്ഷൻ ഉണ്ട് കഥയിൽ. അപ്പൊ അത് പിന്നീട് നമുക്കത് വരുമ്പോൾ മനസ്സിലാവും. ആ കിളിയുടെ ശബ്ദമൊക്കെ ഒരുപാട് അങ്ങനെ കുറെ എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് അത്. പിന്നെ വില്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോബി ഡിയോൾ നമുക്കറിയാം, ഗംഭീര ആക്ടറാണ്. അപ്പം പുള്ളിയുടെ ഒരു വില്ലൻ റോളും ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ പുള്ളിക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലേ? പുള്ളി ഇപ്പം നേരത്തെ ഒരു ഹിന്ദിയിലൊരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ ബോളിവുഡിൽ, അതിനകത്ത് അത് ഏതായിരുന്നു? അനിമൽ. അതേപോലെ അതിനുശേഷം പുള്ളിയുടെ ഒരു ഗംഭീര ക്യാരക്ടറാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് സിനിമ. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്തായാലും സൂര്യയുടെ ഒരു കംബാക്ക്, അതായത് കൊമേഴ്സ്യൽ ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു കംബാക്ക് ഗംഭീരമാക്കിയിട്ടുണ്ട്. സിനിമ കയറി കൊളുത്തു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് ഇന്ത്യ ഒട്ടാകെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എന്ത് തോന്നുന്നു? അതെ, ആ കങ്കുവ 2 ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പൊ അതിലോട്ട് പോകുന്നൊരു ട്വിസ്റ്റ് ഉണ്ട്, വളരെ മനോഹരമാണ്. അതെന്താണെന്ന് നമ്മളിപ്പോ പറയുന്നില്ല. തിയേറ്ററിലൊക്കെ ഭയങ്കര കൂക്കുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെന്തായാലും തിയേറ്ററിൽ പിടിച്ച് കുലുക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അത്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ സൂര്യ ഫാൻസ് അല്ലാത്തവർക്കും നല്ലൊരു സിനിമ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ടൊക്കെ വാച്ച് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. പിന്നെ സൂര്യയുടെ കുറെ ക്ലോസപ്പ് സീൻസും ഒക്കെ ഉണ്ട്, അല്ലേ? മ്യൂസിക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മ്യൂസിക് കൊള്ളായിരുന്നു, അല്ലേ? ഓക്കെ, പ്രശ്നമാണ്. ദേവി ശ്രീ പ്രസാദ് ആണ് റോക്ക് സ്റ്റാർ. പുള്ളിയുടെ ഇടയ്ക്ക് സൂര്യയും ഒരു പയ്യനുണ്ട്. കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ആ പയ്യൻ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന്റെ ഒരു സോങ് വരുന്ന സീൻസ് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക് അത് വളരെ നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ, എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. നല്ലൊരു സിനിമ അനുഭവമായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. വാ. സൂപ്പർ.